ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. ഉമ്മ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്താണ് എല്ലാവരുടെ വിശേഷം? സുഖമല്ലേ എല്ലാവർക്കും? അപ്പം നമുക്കിന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഫ്രൂട്ട് കസ്റ്റാർഡ് ഉണ്ടാക്കാം അല്ലേ? അതിന് ഞാനിവിടെ 1/2 ലിറ്റർ പാലെടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഒരു മാങ്ങയും മാതളവും ആപ്പിളും 2 സൈസ് മുന്തിരി എടുത്തിട്ടുണ്ട്. നമ്മൾ എടുത്ത പാല് അടുപ്പത്ത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാനതിലേക്ക് 1/2 കപ്പ് പഞ്ചസാരയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് തിളച്ച് വരുന്ന സമയം കൊണ്ട് 2 ടീസ്പൂൺ കസ്റ്റാർഡ് പൗഡർ, വാനിലയുടെ ഫ്ലേവറാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. അതിലേക്ക് 1/4 കപ്പ് വെള്ളവും ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുന്നുണ്ട്. ഒട്ടും കട്ടിയില്ലാണ്ട് ഇളക്കിയെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ പാലിവിടെ ഒന്ന് തിളച്ചൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ എടുത്തില്ലേ കസ്റ്റാർഡ് പൗഡർ, അത് ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് നല്ലപോലെ കൈ എടുക്കാതെ ഇളക്കി കൊടുക്കണേ. ഈ ഒരു പരുവത്തിൽ ഞാനിത് ഇറക്കി മാറ്റുന്നുണ്ട് കേട്ടോ അടുപ്പത്തുനിന്ന്. എന്നിട്ട് നല്ലപോലെ തന്നെ ചൂടാറിയിട്ട് അത് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒട്ടും ചൂടുണ്ടാവരുത് കേട്ടോ. അപ്പോൾ നമ്മളെടുത്ത മാങ്ങ ചെറുതാക്കി അരിഞ്ഞതും ആപ്പിളും പിന്നെ മുന്തിരി 2 സൈസും 2ആക്കി അരിഞ്ഞെടുത്തിട്ടുള്ളതാണ് അതും, പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പും പിന്നെ മാതളവും ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടി നല്ലപോലെ തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിക്കണം കേട്ടോ. അപ്പോൾ ഫ്രൂട്ട്സും നട്ട്സൊക്കെ നിങ്ങളുടെ കയ്യിലുള്ളത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ ഇടാം കേട്ടോ. പിന്നെ അതിലേക്ക് ഞാൻ 1/4 കപ്പ് മിൽക്ക് മെയ്ഡും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടി നല്ലപോലെ തന്നെ ഒന്ന് ഇളക്കിയൊക്കെ യോജിപ്പിച്ച് കൊടുക്കണം. അപ്പോൾ തണുപ്പ് ഇഷ്ടമില്ലാത്തവർക്ക് ഇങ്ങനെ തന്നെ കഴിക്കാം കേട്ടോ. ഞാനൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഫ്രിഡ്ജിലൊരു 2 മണിക്കൂറോളം വെച്ച് നല്ലപോലെ തണുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം അല്ലേ. അപ്പോൾ കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഈ ചൂടിലും ഈ നോമ്പിനൊക്കെ ഏറ്റവും നല്ലതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ വീട്ടിലിത് ചെയ്ത് നോക്കണം. എന്നിട്ട് ഇതിൻ്റെ അഭിപ്രായം കമൻറ്റിലൂടെ എന്നെ അറിയിക്കുകയും വേണം. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. എന്നെ സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ്. എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം.